നമസ്കാരം. സഞ്ജു സാംസണ് ഇത്തവണയെങ്കിലും തിളങ്ങാൻ സാധിക്കുമോ? സെലക്ടർമാരുടെ മനസ്സ് കീഴടക്കി ഇന്ത്യൻ ടീമിലെ നിറസാന്നിധ്യമാകുമോ? ദുലീപ് ട്രോഫിയുടെ അവസാന റൗണ്ട് പോരാട്ടങ്ങൾ ആരംഭിക്കുമ്പോൾ ആരാധകരുടെ മനസ്സിൽ ഉയരുന്ന പ്രധാന ചോദ്യമാണ് ഇത്. ശ്രേയസ് അയ്യർ നയിക്കുന്ന ഇന്ത്യ ഡി ടീമിന് വേണ്ടിയാണ് സഞ്ജു പാടണിയുന്നത്. അഭിമന്യു ഈശ്വരൻ നയിക്കുന്ന ഇന്ത്യ ബി ടീമുമായിട്ടാണ് ശ്രേയസും സംഘവും കൊമ്പുകോർക്കുന്നത്. നേരത്തെ രണ്ടാം റൗണ്ടിൽ സഞ്ജുവിന് പ്രതീക്ഷിച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചിരുന്നില്ല. ആദ്യ ഇന്നിംഗ്സിൽ സഞ്ജു 5 റൺസ് മാത്രം എടുത്തപ്പോൾ രണ്ടാം ഇന്നിംഗ്സിൽ അഗ്രസീവായി തുടങ്ങിയ ശേഷം 40 റൺസിനും വിക്കറ്റ് കൈവിടുകയായിരുന്നു. എന്നാൽ അവസാന റൗണ്ടിൽ വലിയൊരു ഇന്നിംഗ്സ് തന്നെ സഞ്ജു കളിച്ചേ തീരൂ. ഇതിന്റെ കാരണം എന്തൊക്കെയാണ് വിശദമായി അറിയാം. ഇന്ത്യൻ ടീം മാനേജ്മെന്റിന്റെയും BCCIയുടെ ബ്ലാക്ക് ലിസ്റ്റിലുമായിരുന്ന ഇഷാൻ കിഷന്റെ ശക്തമായ തിരിച്ചുവരവ് സഞ്ജു സാംസന്റെ കരിയറിന് വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ഇതിനോടകം തന്നെ സെലക്ടർമാരുടെയും BCCIയുടെയും ശ്രദ്ധ ആകർഷിക്കാൻ ഇഷാന് സാധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ടീമിലേക്കുള്ള മടങ്ങിവരവിന് തൊട്ടരികിലുമാണ് ഇപ്പോൾ ഇഷാൻ. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലേക്ക് അടുത്തിടെയാണ് താരം തിരിച്ചെത്തിയത്. നേരത്തെ ദേശീയ ടീമിൽ സ്ഥാനം നഷ്ടമാവുകയും BCCIയുടെ മുഖ്യ കരാറിൽ നിന്നും ഇഷാൻ പുറത്താക്കപ്പെടുകയും ചെയ്തത് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിനെ അവഗണിച്ചതിനായിരുന്നു. ഇപ്പോൾ ആ തെറ്റുകളൊക്കെ തിരുത്തിയാണ് അദ്ദേഹം ആഭ്യന്തര ക്രിക്കറ്റിലേക്ക് തുടരെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബുച്ചി ബാബു റെഡ് ബോൾ ടൂർണമെന്റിൽ കളിച്ചാണ് ഇഷാൻ അടുത്തിടെ ആഭ്യന്തര ക്രിക്കറ്റിൽ തന്റെ മടങ്ങിവരവ് അറിയിച്ചത്. ഝാർഖണ്ഡ് ടീമിന്റെ ക്യാപ്റ്റൻ കൂടിയായിരുന്ന അദ്ദേഹം സെഞ്ചുറിയുടെ ഗംഭീരമായ തിരിച്ചുവരവ് നടത്തുകയും ചെയ്തു. ഇതിനുശേഷം ദുലീപ് ട്രോഫിയിലെ ആദ്യ മത്സരം നഷ്ടമായെങ്കിലും രണ്ടാമത്തെ കളിയിൽ മികച്ച സെഞ്ചുറിയുമായി തിരിച്ചെത്തുകയായിരുന്നു ഇഷാൻ. മടങ്ങിവരവിൽ നേടിയ 2 സെഞ്ചുറികളോടെ ഇന്ത്യൻ ടീമിലേക്കും ഇഷാൻ അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ്. ദുലീപ് ട്രോഫിയുടെ അവസാന റൗണ്ടിൽ ഡി ടീമിന് വേണ്ടി വീണ്ടും ഒരു സെഞ്ചുറി കൂടി നേടാനായാൽ അദ്ദേഹം അടുത്ത പരമ്പരയിൽ ഉറപ്പായും ടീമിലുണ്ടാകും. മാത്രമല്ല ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ സ്ഥാനവും കൈക്കലാക്കും. ഇത് ചില്ലറയൊന്നുമല്ല സഞ്ജുവിന് ഭീഷണിയായി വരുന്നത്. ബംഗ്ലാദേശുമായി അടുത്ത മാസം നടക്കാനിരിക്കുന്ന T20 പരമ്പരയിൽ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ സ്ഥാനം നേരത്തെ ഏറെക്കുറെ ഉറപ്പിക്കുകയായിരുന്നു സഞ്ജു സാംസൺ. കാരണം വരാനിരിക്കുന്ന ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ എന്നിവർക്കെതിരായ കടുപ്പമേറിയ ടെസ്റ്റ് പരമ്പരകൾ പരിഗണിച്ച ഋഷഭ് പന്തിന് T20 പരമ്പരയിൽ വിശ്രമം നൽകിയേക്കും എന്നാണ് വിവരം. പകരം ഈ റോൾ സഞ്ജുവിനായിരിക്കുമെന്നും സൂചനകളുണ്ടായിരുന്നു. ഏതാണ്ട് ഇത് ഉറപ്പായിരിക്കുകയുമാണ്. ഇനി അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ സഞ്ജുവിന് ഇതിൽ അവസരം കിട്ടാതിരിക്കുകയുള്ളൂ. എന്നാൽ ഇഷാൻ കിഷന്റെ രണ്ടാം വരവ് എല്ലാം ഒരു സംശയത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. സഞ്ജുവോ ഇഷാനോ എന്നൊരു ചോദ്യത്തിലേക്കാണ് ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നടക്കാൻ പോകുന്നത്. ബംഗ്ലാദേശുമായുള്ള T20 പരമ്പരയിൽ അദ്ദേഹവും ടീമിലുണ്ടായേക്കുമെന്നാണ് സൂചനകൾ. തിരിച്ചുവരവിൽ 2 സെഞ്ചുറികളുമായി തകർപ്പൻ ഫോമിലായതിനാൽ തന്നെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറുടെ റോൾ ഇനി ഇഷാന് കിട്ടിയാലും അത്ഭുതമില്ല. എന്നാൽ സഞ്ജു ആകട്ടെ അവസാനം കളിച്ച 4 ഇന്നിംഗ്സുകൾ എടുത്താൽ ഒരു 50 പോലും പേരിന് പോലും പറയാനില്ല. ശ്രീലങ്കയുമായുള്ള 2 T20കളിലും ഡക്കായ അദ്ദേഹം ദുലീപ് ട്രോഫിയിലെ കഴിഞ്ഞ 2 ഇന്നിംഗ്സിൽ 5-40 സ്കോറുകൾക്കകത്ത് പുറത്താവുകയും ചെയ്തു. ഇനിയിപ്പോൾ ടൂർണമെന്റ് പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ കണ്ണുകളും ഇപ്പോൾ സഞ്ജുവിലേക്കാണ് സെലക്ടർമാർ പ്രധാനമായും നോക്കുന്നത്. ഇതിൽ സഞ്ജു നിറം മങ്ങിയാൽ നേരെ അതിന് അടുത്ത വിളിയെത്തുന്നത് ഇഷാൻ കിഷനിലേക്ക് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ സംബന്ധിച്ച ഇതൊരു ഡു ഓർ ഡൈ പോരാട്ടം തന്നെയാണ്. ഈ ഒരു മത്സരത്തിനും തിളങ്ങിയില്ലെങ്കിൽ സഞ്ജുവിന് ഒരു പക്ഷേ വാട്ടർ ബോയുടെ റോളായിരിക്കും കിട്ടാൻ പോകുന്നത്. വിക്കറ്റ് കീപ്പിങ്ങിൽ ഇഷാൻ വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ സെഞ്ചുറി നേടാനായില്ലെങ്കിൽ പോലും 2 ഇന്നിംഗ്സിലും ഒരു അർദ്ധ സെഞ്ചുറിയെങ്കിലും അദ്ദേഹം നേടിയേ തീരൂ. ഇല്ലെങ്കിൽ സഞ്ജുവിൻ്റെ കരിയർ തന്നെ തുലാസിലാകുമെന്ന കാര്യം ഉറപ്പാണ്.